നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഭാതർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരിയിൽ യാക്കോബായ വിഭാഗം കൈവശം വെച്ചിരുന്ന 3 കുരിശടികളും പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന പാരിഷ് ഹാളും പോലീസ് സീൽ ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ പൂർത്തിയാക്കിയത് തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെ. ചൊവ്വന്നൂർ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം ചൊവ്വാഴ്ച വോട്ടിംഗ്. പഞ്ചായത്ത് കാര്യാലയത്തിലാണ് പോളിംഗ്. മുന്നണികൾ ആത്മവിശ്വാസത്തിൽ. ചാവക്കാട് ഓടിക്കൊണ്ടിരുന്ന ഒമ്നി വാനിന് തീപിടിച്ചു. ആളപായമില്ല. സംഭവം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന നിഗമനം. നെയ്ത്തിരികളുടെ തേജസ്സിൽ ഗുരുവായൂരിൽ നവമി വിളക്ക് ആഘോഷിച്ചു. നവമി നമസ്കാരത്തോടെ സമ്പൂർണ്ണ നെയ്വിളക്കായിട്ടാണ് നവമി വിളക്ക് ആഘോഷിച്ചത്. ചെമ്പൈ സംഗീതോത്സവത്തിലെ ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ചൊവ്വാഴ്ച. വാർത്തകൾ വിശദമായി. സഭാതർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരിയിൽ യാക്കോബായ വിഭാഗം കൈവശം വെച്ചിരുന്ന 3 കുരിശടികളും പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന പാരിഷ് ഹാളും സീൽ ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെ പാലക്കാട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജന്റെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും 100ഓളം പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് നടപടികൾ പൂർത്തിയാക്കിയത്. 3 കുരിശടികളിലെയും പാരിഷ് ഹാളിലെയും പൂട്ടുകൾ ഉദ്യോഗസ്ഥർ സീൽ ചെയ്തു. നോട്ടീസ് പതിക്കുകയും ചെയ്തു. ഒക്ടോബറിൽ വലിയ സന്നാഹവുമായി പോലീസ് കുരിശടികൾ പിടിച്ചെടുക്കുവാനെത്തിയിരുന്നു. എന്നാൽ വിശ്വാസികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പിന്മാറേണ്ടി വന്നു. വിശ്വാസികളുടെ എതിർപ്പ് പരിഗണിച്ചു തന്നെയാണ് തിങ്കളാഴ്ച പുലർച്ചെ പോലീസ് നടപടി നേരത്തെ ഉണ്ടായത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവാണ് കുരിശടികൾ ചാലിശ്ശേരി പള്ളിയിൽ അടിയന്തരമായിട്ട് ഏറ്റെടുക്കാൻ കോടതി നിർദ്ദേശപ്രകാരം, ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ കുരിശടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ചൊവ്വന്നൂർ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം ചൊവ്വാഴ്ച പോളിംഗ് നടക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസത്തിലാണ്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ വാർഡ് 3 പൂശപ്പള്ളിയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഞായറാഴ്ച കുട്ടിക്കലാശം നടന്നിരുന്നു. മരത്തങ്കോട് പള്ളിക്ക് മുൻപിൽ നടന്ന കുട്ടിക്കലാശത്തിൽ കോൺഗ്രസ് CPM പ്രവർത്തകർ പങ്കെടുത്തു. പഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ജോൺ മാസ്റ്ററുടെ നിര്യാണത്തെ തുടർന്നാണ് ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 3ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വന്നത്. പഞ്ചായത്ത് കേന്ദ്രത്തിൽ തന്നെയാണ് പോളിംഗ് ഒരുക്കിയിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സെബി മണ്ടുമ്പ, CPM സ്ഥാനാർത്ഥിയായി ആഷിക, NDA സ്ഥാനാർത്ഥിയായി സുമേഷ് കളരിക്കൽ എന്നിവരാണ് ജനവിധി തേടുന്നത്. ചാവക്കാട് ഓടിക്കൊണ്ടിരുന്ന ഒമ്നി വാനിന് തീപിടിച്ചു. ആളപായമില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കൂടിയാണ് സംഭവം. മാരുതി സർവീസ് സെന്റർ വാഹനത്തിനാണ് തീപിടിച്ചത്. ചാവക്കാട് തങ്ങൾപടിയിൽ നിന്ന് വാഹനം സർവീസിനായി പോകുമ്പോൾ ഹയാത്ത് ആശുപത്രിക്ക് മുൻവശമായിരുന്നു സംഭവം. വാഹനം ഓടിച്ചിരുന്ന പേരകം സ്വദേശി കൃഷ്ണപ്രസാദ് വാഹനത്തിൽ നിന്ന് പുക വരുന്നത് കണ്ടതോടെ പുറത്തേക്കോടി. പിന്നീട് വാഹനം ക്ഷണനേരത്തിൽ തീപിടിച്ച് കത്തുകയായിരുന്നു. വയറിങ്ങിലെ ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ് ചാവക്കാട് പോലീസും സ്ഥലത്തെത്തി. ഗുരുവായൂർ ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തകർ സ്ഥലത്തെത്തി തീയണച്ചു. സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണസാഗർ, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ രാജൻ തൈവളപ്പിൽ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷ്, ഡ്രൈവർ ഷജീർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദീപു, ഗോപകുമാർ, ഷിയാസ്, ഗുരുവായൂരപ്പൻ, ജുബീഷ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് ചാവക്കാട്. വായന മനുഷ്യനെ സ്വയം നവീകരണത്തിലേക്ക് നയിക്കുമെന്ന് ലോകബോധം ഉണ്ടാക്കിത്തരുമെന്നും ചരിത്ര ഗവേഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ SK വസന്തൻ പറഞ്ഞു. കിരാലൂരിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള PG വായനക്കൂട്ടത്തിന്റെ സാഹിത്യ സംവാദ ക്യാമ്പിൽ വായനയുടെ സൗന്ദര്യശാസ്ത്രം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിരാലൂരിലെ മാടമ്പ് മനയിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഉഗാസ സംസ്ഥാന കമ്മിറ്റി അംഗവും ക്യാമ്പ് കോർഡിനേറ്ററുമായ ഡോക്ടർ CF ജോൺ ജോഫി സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, സംസ്ഥാന കമ്മിറ്റി അംഗം V മുരളി, മാടമ്പ് സൂര്യശർമ്മൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്യാമ്പിലെ അംഗങ്ങൾ തങ്ങൾ വായിച്ച പുസ്തകങ്ങളുടെ അവതരണം നടത്തി. കവിതാലാപനവും ഉണ്ടായി. കലാഭവൻ സലീം കാരിക്കേച്ചർ അവതരിപ്പിച്ചു. നവതിയിലെത്തിയ ഡോക്ടർ SK വസന്തനെ മാടമ്പ് ട്രസ്റ്റിന് വേണ്ടി മാടമ്പ് സൂര്യശർമ്മൻ ആദരിച്ചു. ഇനി ഗുരുവായൂർ ഏകാദശി വിശേഷം.
നെയ്ത്തിരികളുടെ തേജസ്സിൽ ഗുരുവായൂരിൽ നവമി വിളക്ക് ആഘോഷിച്ചു. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ നവമി ദിനത്തിൽ നവമി നമസ്കാരത്തോടെ സമ്പൂർണ്ണ നെയ്വിളക്കായിട്ടാണ് നവമി വിളക്ക് ആഘോഷിച്ചത്. പുരാതന തറവാട്ടുകാരായ കൊലാടി കുടുംബം വകയായിരുന്നു നവമി വിളക്ക്. വാദ്യമേളങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഗുരുവായൂരപ്പനും പരിചാരകന്മാർക്കും നമസ്കാര സദ്യ നൽകുന്നതാണ് നവമി വിളക്കിന്റെ പ്രത്യേകത. ഉച്ചപൂജയ്ക്കാണ് ഭഗവാനെ നമസ്കാര സദ്യ നിവേദിച്ചത്. രാത്രി ക്ഷേത്രത്തിലെ 10,000-ഓളം വരുന്ന ദീപങ്ങൾ മഞ്ഞൾ ചാലിച്ച നെയ്ത്തിരികളാൽ പ്രകാശപൂരിതമായി. കൊമ്പൻ വലിയ വിഷ്ണു സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ച് വിളക്കെഴുന്നള്ളിപ്പ് പൂർത്തിയാക്കി. വിളക്കാഘോഷത്തിന്റെ 30ാം ദിവസമായ നാളെ ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വക ദശമി വിളക്കാഘോഷം നടക്കും. ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണം ചൊവ്വാഴ്ച. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അനുസ്മരണ ചടങ്ങിന് പൊലിമ കുറയും. വർഷങ്ങളായും രാവിലെ 9 മണിക്കാണ് കേശവൻ അനുസ്മരണം നടക്കാറ്. എന്നാൽ ഇത്തവണ രാവിലെ 6:30 നടക്കും. 30ഓളം ആനകൾ പങ്കെടുക്കാറുള്ള ഘോഷയാത്രയിൽ ഇത്തവണ 5 ആനകൾ മാത്രമാണ് ഉണ്ടാവുക. ഹൈക്കോടതി നിർദ്ദേശിച്ച അകലം പാലിച്ചാണ് ഘോഷയാത്ര നടക്കുക. കേശവ പ്രതിമയ്ക്ക് മുൻപിൽ 10 ആനകൾ അണിനിരക്കും. സാധാരണ 2 ആനകൾ പ്രതിമയ്ക്ക് അരികിൽ എത്താറുണ്ട്. ഇത്തവണ 1 ആന മാത്രമാണ് എത്തുക. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലെ ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ചൊവ്വാഴ്ച. 100ഓളം കലാകാരന്മാർ ചേർന്ന് ഏകതാളത്തിൽ ഭക്തിയിൽ അലിഞ്ഞ് പാടുന്ന മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ ആയിരങ്ങൾ മെൽപ്പത്ത് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരും. രാവിലെ 9 മുതൽ 10 മണി വരെയാണ് പഞ്ചരത്ന കീർത്തനാലാപനം. 15 ദിവസം നീളുന്ന ചെമ്പൈ സംഗീതോത്സവത്തിൽ ദശമി നാളിൽ നടക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം ഏറെ പ്രസിദ്ധമാണ്. ത്യാഗരാജ ഭാഗവതരുടെ 5 കീർത്തനങ്ങളാണ് പഞ്ചരത്ന കീർത്തനം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് അഭിനവ ത്യാഗ ബ്രഹ്മം ബഹുമതി ലഭിച്ചതിന്റെ സ്മരണയ്ക്കായിട്ടാണ് സംഗീതോത്സവത്തിൽ പഞ്ചരത്ന കീർത്തനാലങ്ങൾ ആലപിക്കുന്ന പതിവ് ആരംഭിച്ചത്. ഏകദേശ ദിവസമായ ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ഇരയിമൻ തമ്പിയുടെ കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ എന്ന കീർത്തനാലാപനത്തോടെ സംഗീതോത്സവത്തിന് കൊടിയിറങ്ങും. ലോകബാങ്കിന്റെയും IDRBയുടെയും സംഘം കടപ്പുറത്ത് കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭം നേരിടുന്ന പ്രദേശങ്ങളിൽ ടെട്രോപേഡ് ഉപയോഗിച്ച് ലോകബാങ്ക് ഫണ്ട് പ്രയോജനപ്പെടുത്തി ആധുനിക രീതിയിൽ സംരക്ഷണ ഭിത്തി പണിയുന്നതിന്റെ ഭാഗമായി പ്രാഥമിക പരിശോധന നടത്താൻ വേണ്ടിയാണ് ലോകബാങ്ക് അധികൃതരുടെയും IRDB ഉദ്യോഗസ്ഥരുടെയും ശാസ്ത്രജ്ഞന്മാർ അടങ്ങിയ സംഘം തീരം സന്ദർശിച്ചത്. ഗുരുവായൂർ MLA NK അക്ബർ, ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. കടപ്പുറം പഞ്ചായത്തിലെ കടലേറ്റ ഭീഷണിക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് 60.5 കോടി രൂപയ്ക്ക് ടെട്രോപോഡ് ഉപയോഗിച്ച് 2.5 കിലോമീറ്റർ ദൂരം കടൽഭിത്തി നിർമ്മിക്കാനുള്ള നിർദ്ദേശം തയ്യാറാക്കി സമർപ്പിച്ചത്. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് ലോകബാങ്കിന്റെ കൂടി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇത്തരത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചത്. പഞ്ചായത്തിൽ നിലവിൽ കടൽഭിത്തി തകർന്ന പ്രദേശങ്ങളിൽ അടിയന്തര കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതുവരെ 60 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചതായും അധികൃതർ അറിയിച്ചു. 15 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്കുള്ള ടെൻഡർ നടപടികൾ നടന്നുവരുന്നതായും അത് അടിയന്തരമായി പൂർത്തീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. CCTV ന്യൂസ് ചാവക്കാട്. തകർന്നു വീണ കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മധ്യയിൽ പൊതുമരാമത്ത് വകുപ്പ് പുനർനിർമ്മിക്കണമെന്ന CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. മുൻ MP CN ജയദേവന്റെ 2015-2016 പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ചുറ്റുമതിൽ നിർമ്മിച്ചത്. കാന നിർമ്മാണത്തിലെ അസ്ഥിവാരം മാന്തുന്നതിലെ അനാസ്ഥ മൂലമാണ് ഇത് കഴിഞ്ഞ ദിവസം മറിഞ്ഞു വീണതെന്ന് CPI നേതാക്കൾ കുറ്റപ്പെടുത്തി. CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ സ്ഥലം സന്ദർശിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനും അടിയന്തരമായി മതിൽ പുനർനിർമ്മിക്കുവാനും ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. കൊച്ചന്നൂർ സ്കൂൾ മുൻ PTA പ്രസിഡന്റും CPI കൊച്ചന്നൂർ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ബിജു കണ്ടംപള്ളി, CPI വടക്കേക്കാട് ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി T ഭാസ്കരൻ, ലോക്കൽ കമ്മിറ്റി അംഗം KV ജിതേഷ് എന്നിവരും ഉണ്ടായിരുന്നു. അല്പം മാറി വേണം ഈ മതിലിൻ്റെ ഭാഗത്ത് നിന്ന് അല്പം മാറി വേണ്ടിയിരുന്നു ഈ കാനക്കുള്ള അസ്ഥിവാരം പോരേണ്ടിയിരുന്നത്. എന്നാൽ അത് മതിലിനോട് ചേർന്ന് തന്നെ ഈ അസ്ഥിവാരം പോരാൻ ഇടയായതാണ് അതിൻ്റെ ലാറ്ററൽ സപ്പോർട്ട് നഷ്ടപ്പെടാനും അതുവഴി ഈ മതിൽ ഇങ്ങനെ വീഴാനുണ്ടായ കാരണം. ഒരുപക്ഷെ അത് വലിയ രീതിയിലുള്ള അപകടം ഒരുപക്ഷെ സംഭവിക്കുമായിരുന്നു. ഭാഗ്യവശാൽ മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മേഖലയിലെ ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സദസ്സും ക്വാറിക്ക് മുന്നിൽ പ്രതിഷേധ ബോർഡും സ്ഥാപിച്ചു. ആൽത്തറ മേഖലയിലെ ജനങ്ങളെ തീരാദുരിതത്തിലാക്കി കഴിഞ്ഞ 25 വർഷത്തിലധികമായി മിച്ചഭൂമിയിലും പട്ടയഭൂമിയിലും അനധികൃതമായി ക്വാറി പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു.
ഇതിൽ പ്രതിഷേധിച്ചാണ് മുല്ലപ്പള്ളി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആൽത്തറ സെന്ററിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. തുടർന്ന് ആൽത്തറ സെന്ററിൽ നിന്നും പ്രതിഷേധക്കാർ കാൽനടയായി ക്വാറിക്ക് മുന്നിലെത്തി പ്രതിഷേധ ബോർഡും സ്ഥാപിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്വാറിയുടെ പ്രവർത്തനം മൂലം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിരിക്കുകയാണെന്നും അനുവദിച്ചതിനും മീതെയായി പാറ പൊട്ടിക്കുന്നത് മൂലം വീടുകൾ തകരുകയും കിണറുകൾ മലിനമായി ഉപയോഗശൂന്യമാകുകയും രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ ആരോപിച്ചു. 25 വർഷത്തിലധികമായുള്ള പാറഖനനം മൂലം മുല്ലപ്പള്ളിക്കുന്ന് പ്രദേശത്ത് സംഭവിച്ച പാരിസ്ഥിതികാഘാതം സംബന്ധിച്ച് അടിയന്തരമായി പഠനം നടത്തുക, അനുമതി നൽകിയതിലധികമായി പാറഖനനം നടത്തിയ മേഖലയിലെ ഗ്രാനൈറ്റ്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി ചെയർമാൻ സജീവ് വലിയവളപ്പിൽ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി കൺവീനർ VM നസറുദ്ദീൻ, വൈസ് ചെയർമാൻ MA കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. റഫീഖ് ആൽത്തറ, രാജേഷ്, ഗിരീഷ്, ജിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഹരിതകർമ്മസേനാംഗങ്ങൾ കൃത്യവിലോപം നടത്തുന്നതെന്നാരോപിച്ച് വേലൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ചു. നാട്ടുകാരിൽ നിന്ന് 50 രൂപ വീതം പിരിച്ചെടുത്ത് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുഴുവൻ പൊതുസ്ഥലത്ത് വലിച്ചെറിയുകയാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് മെമ്പർമാർ പഞ്ചായത്തിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് മെമ്പർമാർ ആവശ്യപ്പെട്ടു. പാർലമെന്ററി പാർട്ടി ലീഡർ സ്വപ്ന രാമേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ അനിൽ മാസ്റ്റർ, CD സൈമൺ, നിതീഷ് ചന്ദ്രൻ, വിജിനി ഗോപി, അജി ജോഷി എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. ജനങ്ങളെ സേവിക്കേണ്ട, ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട ഒരു പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്താൽ ജനങ്ങൾക്ക് ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ, പഞ്ചായത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ ഹരിതകർമ്മസേനയുടെ കടലാസ് ഇവിടെ കൊടുത്താൽ മാത്രമാണ്. ഹരിതകർമ്മസേനയുടെ പൈസ എല്ലാ മാസവും അടയ്ക്കുന്നുണ്ട് എന്നുള്ള റെസീറ്റ് കൊടുത്താൽ മാത്രമാണ് പഞ്ചായത്തിൽ നിന്ന് ഏത് ആനുകൂല്യം കിട്ടുള്ളൂ എന്ന് ഇരിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് ഏറ്റവും പാവപ്പെട്ട BPL ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പോലും, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പോലും പൈസ പിടിച്ചു വാങ്ങാനായിട്ട് ഒരു മടിയുമില്ലാത്ത ഈ പഞ്ചായത്ത് ഇത്രയും വലിയൊരു ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് സാധിച്ചിട്ടില്ല. UDF പുതിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഭരണത്തിനെതിരെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറിയും പുന്നയൂർ പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പറുമായ MV ഹൈദരലി ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ ശ്മശാന ഭൂമിയിൽ മറവു ചെയ്യപ്പെട്ടിട്ടുള്ള കൊഴിമാടങ്ങളിൽ നിന്ന് എടുക്കുന്ന അസ്ഥികൾ വിശ്വാസപരമായി നിമജ്ഞനം ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കുവാൻ പുന്നയൂർ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് ഹൈദരലി ആവശ്യപ്പെട്ടു. ശ്മശാന നിർമ്മാണത്തിന് തുരങ്കം വെച്ചയാളാണ് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ കുറ്റപ്പെടുത്തി. UDF ചെയർമാൻ IP രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി C അഷറഫ്, ഉമർ മുക്കണ്ടത്ത്, UDF പുന്നയൂർ പഞ്ചായത്ത് കൺവീനർ കുഞ്ഞി മുഹമ്മദ്, മുനാഷ് മച്ചിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്നാരംഭിച്ച പ്രതിഷേധ റാലിക്ക് TK ഉസ്മാൻ, ഹസൻ, ഹുസൈൻ എടയൂർ, കരീം കരിപ്പോട്ട്, നൌഫൽ കുഴിങ്ങര, K കമറുദ്ദീൻ, CV സുരേന്ദ്രൻ, NK മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ 46 കൊല്ലത്തിൻ്റെ ഇടയിൽ 300ഓളം, സത്യത്തിൽ അവിടെ ഈ സ്ഥലമല്ല, ആ അവസാനത്തെ ചവിട്ടല് പടി വരെ ബോഡി വെച്ചിട്ടുണ്ട്. ആ 300ഓളം ആളുകളുടെ അഡ്രസ്സും ഒക്കെ പഞ്ചായത്തിൽ കാണും. പഞ്ചായത്തിൻ്റെ ശ്മശാനത്തിൽ പഞ്ചായത്തിൽ ബോഡി വെക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ലാതെ വെക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ രേഖ ഉണ്ടാവണമല്ലോ. അങ്ങനെ രേഖ ഉണ്ടാവുമ്പോൾ അവരെയൊക്കെ വിളിക്കണം. അതിൻ്റെ എല്ലാ ആളുകളെയും വിളിക്കണം. ആരൊക്കെ ബോഡി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവരൊക്കെ വിളിച്ച് ആ ബോഡി അവിടുന്ന് അവിടുന്ന് മാന്തിയെടുക്കുന്ന അസ്ഥി അത് നിബഞ്ജനം ചെയ്യാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. CCTV ന്യൂസ് പുന്നയൂർക്കുളം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന കടപ്പുറം സ്വദേശി മരിച്ചു. വട്ടേക്കാട് സഹകരണ ബാങ്കിന്റെ തെക്ക് ഭാഗത്ത് താമസിക്കുന്ന പുതിയ വീട്ടിൽ നൌഷാദാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. കടപ്പുറം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PV മൊയ്തീന്റെ മകനാണ്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഖബറടക്കം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് വട്ടേക്കാട് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. നൂർജഹാൻ ഭാര്യയാണ്. നൌഷാബ, ഹാജറ എന്നിവർ മക്കളാണ്.
വാഗ ആണ്ട് നേർച്ച സമാപിച്ചു. വാഗ അൽഹാജ് ഉമർ അൻവരയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി ഞായറാഴ്ചകളിൽ നടത്തിവരുന്ന ദിക്കർ ഹൽക്ക സദസ്സിന്റെ വാർഷിക സമ്മേളനവും അൽഗാദിരിയ ശരീഅത്ത് അക്കാദമി ആൻഡ് ഹിഫ്ലുൽ ഖുർആൻ കോളേജ് വാർഷികവും നടന്നു. വാഗ ബദ്രിയ മസ്ജിദ് നഗരിയിൽ നടന്ന ദിക്കർ ഹൽക്ക സദസ്സിൽ അജ്മീർ ദർഗ, നാഗൂർ ദർഗ, ഏർവാടി ദർഗ തുടങ്ങിയ ആത്മീയ മണ്ഡലങ്ങളിൽ നിന്നുള്ള മതപണ്ഡിതന്മാരും സയ്യിദന്മാരും ആലിമുകളും പങ്കെടുത്തു. ആണ്ട് നേർച്ചയുടെ ഭാഗമായി ജാതിമത ഭേദമന്യേ ഭക്ഷണ വിതരണം ഉണ്ടായി. നൂറുകണക്കിന് ആളുകൾ ഭക്ഷണ വിതരണത്തിൽ പങ്കാളികളായി. ആണ്ട് നേർച്ചയുടെ ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാതല ദഫ് മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാന വിതരണം നടത്തി. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പീസ് പോസ്റ്റർ കോൺടെസ്റ്റിന്റെ ഭാഗമായി ചൂണ്ടൽ ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നവംബർ 4-ന് ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂൾ നടത്തിയ മത്സരത്തിൽ CP തന്മയ 1-ാം സ്ഥാനവും CR വിമി 2-ാം സ്ഥാനവും നന്ദന രാജേഷ് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചൂണ്ടൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് മധു ചൂണ്ടൽ മത്സര വിജയികൾക്ക് സമ്മാന വിതരണം നിർവഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് അധ്യക്ഷയായി. ലയൺസ് ക്ലബ് ട്രഷറർ TT രാജൻ, സ്റ്റാഫ് പ്രതിനിധി AA ബേബി ടീച്ചർ എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത 29 കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പോസ്റ്ററുകളുടെ പ്രദർശന വിദ്യാലയത്തിൽ സംഘടിപ്പിക്കും. കുന്നംകുളം കൊമേഴ്സ് സർക്കിൾ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് വർണ്ണാഭമായി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിച്ച കോമേറ്റ് സർക്കിളിന്റെ 24ാമത് ജില്ലാതല കലാമത്സരത്തിൽ 4 വേദികളിലായി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും 400ഓളം കുട്ടികൾ മാറ്റുരച്ചു. കോമേറ്റ്സ് പ്രസിഡന്റ് ജിജി ജോർജ് അധ്യക്ഷത വഹിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC മുഖ്യാതിഥിയായി. ബദനി പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OAC സന്ദേശം നൽകി. വാർഡ് കൗൺസിലർ ബിജു C ബേബി, YMCA പ്രസിഡന്റ് രഞ്ജൻ മാത്യു എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി സജു TC റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൺവീനർ അനിൽ K സാമുവൽ സ്വാഗതവും കൺവീനർ ബിജു PG നന്ദിയും പറഞ്ഞു. സുരേഷ് ബാബു നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU കുന്നംകുളം മുനിസിപ്പൽ സമ്മേളനം നടന്നു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ലത ഉണ്ണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CK ഷീല സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KSTA ജില്ലാ കമ്മിറ്റി അംഗം CC ഷെറി, അംഗൻവാടി ടീച്ചേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം MS പ്രേമലത, ഏരിയ സെക്രട്ടറി ഉഷാദാസ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി ലത ഉണ്ണി, പ്രസിഡന്റ് CK ഷീല, ട്രഷറർ PB ബിന്ദു എന്നിവരെ തെരഞ്ഞെടുത്തു. പന്നിത്തടം ടീം വെല്ലിക്ക കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വേൾഡ് ഹെൽത്ത് കവറേജ് ഡേയുടെ ഭാഗമായി ഡിസംബർ 12 വ്യാഴാഴ്ച 2ാമത് ഓൾ കേരള മിനി മാരത്തോൺ വാക്കിംഗ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 6 മണിക്ക് പന്നിത്തടം സെന്ററിൽ നിന്ന് ആരംഭിച്ച് കടങ്ങോട് റോഡ് ജംഗ്ഷനിലെത്തി തിരിച്ച് പന്നിത്തടം സെന്ററിൽ തന്നെ സമാപിക്കും. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. മത്സരാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിക്കും. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനോജ് ജോർജ് മാത്യു സന്ദേശം നൽകും. ഗിന്നസ് സത്താർ ആദൂർ വിജയികളെ പ്രഖ്യാപിക്കും. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ CV ലൈജുമോൻ വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി സമ്മാനദാനവും സിവിൽ പോലീസ് ഓഫീസർ VM ഷഫീഖ് മെഡൽ ദാനവും നിർവഹിക്കും. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ബ്ലോക്ക് മെമ്പർ MM സലീം, കായികാധ്യാപകൻ മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ കടങ്ങോട് റോഡ് സെന്ററിൽ മത്സരാർത്ഥികളെ സ്വീകരിക്കും. വനിതകൾ ഉൾപ്പെടെ 100-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുക്കും. സമാപന ചടങ്ങിന് ടീം വെല്ലിക്ക പ്രസിഡന്റ് VM മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിക്കും. പഞ്ചായത്ത് മെമ്പർ സൈബുനിസ ഷറഫു, സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം, ഡോക്ടർ മുഹമ്മദ് റോഷൻ എന്നിവർ സംസാരിക്കും. വേൾഡ് ഹെൽത്ത് കവറേജ് ഡേയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 2ാമത് ഓൾ കേരള മിനി മാരത്തൺ വാക്കിംഗ് ഡിസംബർ 12 വ്യാഴാഴ്ച തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പന്നിത്തടം സെന്ററിൽ നിന്ന് ആരംഭിക്കും. 10 കിലോമീറ്റർ ദൂരം വരുന്ന നടത്ത മത്സരം എരുമപ്പെട്ടി കടങ്ങോട് ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് പന്നിത്തടം സെന്ററിൽ എത്തുന്നതോടുകൂടിയാണ് പൂർത്തിയാവുക. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ടീം വെല്ലിക്ക പ്രസിഡന്റ് VM മുജീബ് റഹ്മാൻ,
സെക്രട്ടറി PA ഷഫീഖ്, ട്രഷറർ ജിത്തു കൃഷ്ണ, കോർഡിനേറ്റർമാരായ ലത്തീഫ് വെള്ളർക്കാട്, PF നിയാസ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് എരുമപ്പെട്ടി. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ഡീപ്പോൾ ആശ്രമ സുപ്പീരിയർ ഫാദർ വർഗീസ് തിരുത്തിച്ചിറ ക്രിസ്മസ് ആഘോഷം തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് KR ജിൻസൺ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ്, AA ബേബി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മട്ടൻ സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. UP വിഭാഗം നാടകത്തിൽ 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികളെയും നല്ല നടനായി തിരഞ്ഞെടുത്ത PR സാദിഖ്, തമിഴ് പ്രസംഗത്തിൽ 1ാം സ്ഥാനം നേടിയ ബിസ്റ്റോ തോമസ് എന്നിവരെയും നാടകത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവരെയും ആദരിച്ചു. നാടക സംവിധായകൻ നവീൻ പൈനിത്തടം, അനീഷ് ആളൂർ, നാടകരചയിതാവ് ബാബു വൈലത്തൂർ, കലാസംവിധാനം നിർവഹിച്ച VN ആര്യൻ, VN സൂര്യൻ, നാടക പരിശീലനത്തിന് വേദിയൊരുക്കിയ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സജീഷ് ചന്ദ്രൻ എന്നിവരെയും രാവിലെ സ്കൂളിൽ നടന്ന അസംബ്ലിയിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. PTA പ്രസിഡന്റ് CD പരമേശ്വരൻ, പ്രിൻസിപ്പൽ സന്തോഷ് T. എമ്മട്ടി, പ്രധാനാധ്യാപകൻ ആൻഡോ C. കാക്കശ്ശേരി, ആർട്സ് ക്ലബ് കൺവീനർ ജോൺസൺ നമ്പഴിക്കാട്, അധ്യാപകരായ ജോളി ടീച്ചർ, ജാൻസി ടീച്ചർ, ജെസി ടീച്ചർ, സഞ്ജു മാസ്റ്റർ, രക്ഷിതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ട്രോഫികളുമായി ആഹ്ലാദ പ്രകടനവും നടത്തി. മറ്റം സെന്റർ ചുറ്റിയ ആഹ്ലാദ പ്രകടനം സ്കൂളിലെത്തി സമാപിച്ചു. CCTV ന്യൂസ് കേച്ചേരി. പഴഞ്ഞി മാർ ബസേലിയസ് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ പതാക ഉയർത്തി പ്രധാനാധ്യാപകൻ G. ജോർജ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഫാൻസി ഡ്രസ്, ഇംഗ്ലീഷ്, മലയാളം ആക്ഷൻ സോങ്, കഥാവതരണം, സ്മാർട്ട് കിഡ് തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങളുണ്ടായി. LKG, UKG, 1ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നാരായണി ഭദ്രയെ ചടങ്ങിൽ അനുമോദിച്ചു. അധ്യാപകരായ ജിൻസി P. ജോസ്, CC KT, സിംന സണ്ണി, പോൾ ഡേവിഡ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. ചാവക്കാട് BRCയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു. മാരിപ്പോസ 2K24 എന്ന പേരിൽ ഗുരുവായൂർ ടൗൺ ഹാളിലാണ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായി. ബാലപ്രതിഭ പുരസ്കാര ജേതാവ് അബ്ദുൽ ഹാദി, നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻ മുഹമ്മദ് സാലിഹ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ മുഹമ്മദ് ഹസ്ബിൻ ഹസൻ, സംസ്ഥാന ഇൻക്ലൂസീവ് കായികോത്സവ പ്രതിഭകൾ എന്നിവരെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, വിജിത സന്തോഷ്, സാലിഹ ഷൗക്കത്ത്, BRC പ്രോഗ്രാം കോർഡിനേറ്റർ PS ഷൈജു, BRC ട്രെയിനർ TS അജിത, KA നസീറ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ബോട്ടിംഗ് തുടങ്ങി. ആദ്യം കാട്ടാക്കമ്പൽ സ്രായിക്കടവിലാണ് ബോട്ടിംഗ് ആരംഭിച്ചത്. 2 മാസത്തോളം പാടത്ത് ബോട്ടിംഗ് നടത്തിയെങ്കിലും കൃഷിയിറക്കാനായി വെള്ളം വറ്റിച്ചതോടെ ചെറുവള്ളിക്കടവിലേക്ക് മാറ്റുകയായിരുന്നു. വിശാലമായ 100 അടി തോട്ടിലാണ് ഇപ്പോൾ ബോട്ടിംഗ് നടത്തുന്നത്. ചവിട്ടി നീക്കാവുന്ന പെഡൽ ബോട്ടാണ് ഇവിടെ പ്രവർത്തിക്കുക. കടുത്ത വേനലിലും വറ്റാത്ത 100 അടി തോട്ടിൽ മാസങ്ങളോളം ബോട്ടിംഗ് നടത്താനാകും. ഇരുവൃക്കകളും തകരാറുള്ള യുവതി സുമനസ്സുകളുടെ സഹായം തേടുന്നു. 4 വർഷത്തിലധികമായി ഡയാലിസിസ് ചെയ്തുവരുന്ന തിരുവത്ര തേർലി പീതാംബരൻ ഭാര്യ സന്ധ്യ പീതാംബരനാണ് വൃക്കമാറ്റിവെക്കൽ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. അടിയന്തരമായി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയെങ്കിലും പണമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ നീണ്ടുപോകുകയാണ്. ഭർത്താവ് തിരുവത്ര തേർലി പീതാംബരൻ ചാവക്കാട് ബസ് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ്. 3 മക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത്. പീതാംബരൻ ഓട്ടോയോടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം മുന്നോട്ടു പോയിരുന്നത്. ഭാര്യ സന്ധ്യയ്ക്ക് വൃക്കം നൽകുവാൻ പീതാംബരൻ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാത്തതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. സന്ധ്യയെ സഹായിക്കാൻ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ആഹ്വാനിച്ചു. ഈ ഓപ്പറേഷന് ആവശ്യമായ ഒരു 5-8 ലക്ഷം രൂപ ഒരു വർഷത്തെ എക്സ്പെൻസും ഓപ്പറേഷനൊക്കെ കൂടിയിട്ട് നമുക്ക് കണ്ടെത്തണം. സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ സന്ധ്യയെയും പീതാംബരനെയും അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ സഹായിക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെ ഒക്കെ കടപ്പാടാണ്. എത്ര കാലമായി? 4 വർഷമായിപ്പോൾ സുഖം. എത്ര വരെ ക്രിയാറ്റിൻ പോയിരുന്നു?
18-20 വരെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ തുക ഒരിക്കലും തിരിച്ചു വരില്ല. ഇതിനായി തിരുവത്രയിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സഹായ സമിതി രൂപീകരിച്ച് ഫണ്ട് ശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. മനസ്സിൽ നന്മയുള്ളവർ കനുവിന്റെ കരം പിടിച്ചാൽ സന്ധ്യയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകുമെന്നാണ് കുടുംബത്തിന്റെയും നാടിന്റെയും പ്രതീക്ഷ. CCTV ന്യൂസ്, ചാവക്കാട്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപമെന്ന ചൊവ്വലൂർ കൃഷ്ണൻകുട്ടിയുടെ പ്രശസ്തമായ ഗുരുവായൂരപ്പ ഭക്തിഗാന മാതൃകയിൽ മറ്റൊരു ഗാനം കൂടി ഹിറ്റാകുന്നു. കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയുടെ വരികളിൽ പിറന്ന ഒരു നോക്ക് കാണാതെ വയ്യ തിരുനാമം കേൾക്കാതെ വയ്യ എന്ന ഗാനമാണ് വൈറലാകുന്നത്. ഗുരുവായൂർ ദേവസ്ഥയിലെ ആനപ്പാപ്പാനായിരുന്ന കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയുടെ വരികൾക്ക് സജീവ് എടത്തളയാണ് ഈണം നൽകിയത്. പിന്നണി ഗായകൻ വി ദേവാനന്ദ് ആലപിച്ച ഗാനം പവൻ ചിത്രാഞ്ജലിയാണ് ചിത്രീകരിച്ചത്. പ്രധാനമായും ഗുരുവായൂർ ക്ഷേത്രവും പരിസരവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഗാനത്തിന്റെ റിലീസിംഗ് നിർവഹിച്ചു. നിധി ഗുരുവായൂർ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഗാനം റിലീസ് ചെയ്തത്. ഒരു നോക്കു കാണാതെ വയ്യ തിരുനാമം കേൾക്കാതെ വയ്യ ഗുരുവായൂരമ്പലമതിലകത്തെത്തുമ്പോൾ ഇരുകൈകൾ കൂപ്പാതെ വയ്യ കണ്ണന്റെ തിരുഗീതം കേൾക്കാതെ വയ്യ. മെഡിക്കൽ ലാബ് മേഖലയിലെ ആശങ്കകൾ അകറ്റണമെന്നും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിലെ അപാകതകൾ പരിഹരിക്കണമെന്നും പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചാവക്കാട് വ്യാപാര ഭവനിൽ ചേർന്ന സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സുലൈഖ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഇബ്രാഹിം വെള്ളില, ഷാജു, പ്രമീള, ദിലീപ് കുമാർ, സി ദിലീപ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷേർലി പ്രേമൻ, കോമളം രാമചന്ദ്രൻ, ലസൻ, മേഖലാ സെക്രട്ടറി രമ രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സുലൈഖ ഇബ്രാഹിം, സെക്രട്ടറി രമ രാജശേഖരൻ, ട്രഷറർ ഷിജി ആന്റണി എന്നിവരെ തെരഞ്ഞെടുത്തു. പഴഞ്ഞി ഇമ്മാനുവൽ മർത്തോമ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിന്റർനാലിയ കരോൾ റോഡ് ഷോ കാണികൾക്ക് വിസ്മയം തീർത്തു. ദൃശ്യ സംവിധാനങ്ങളും ആകർഷകമായി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കേരള ടൈലേഴ്സ് അസോസിയേഷൻ എരുവപ്പെട്ടി യൂണിറ്റ് സമ്മേളനം മങ്ങാട് പഞ്ചായത്ത് ഹാളിൽ നടന്നു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KM മിനി അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി KV ജോൺസൺ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു.
ട്രഷറർ CN സന്ധ്യ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി AR അരവിന്ദാക്ഷൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ മുൻകാല പ്രവർത്തകരെ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി KV ജോൺസൺ, പ്രസിഡന്റ് KM മിനി, ട്രഷറർ CN സന്ധ്യ എന്നിവരെ തെരഞ്ഞെടുത്തു. വയോധികർക്ക് അർഹമായ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ്. വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർക്കറ്റ് പരിസരത്തു നിന്നും KSEB ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. പ്രതിഷേധ ധർണ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരുവിന്റെ അധ്യക്ഷതയിൽ DCC ജില്ലാ സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ PC ഗോപാലകൃഷ്ണൻ, OS വാസുദേവൻ, സലാം വലിയകത്ത്, UDF ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചെറുമനങ്ങാട്, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PT സുരേന്ദ്രൻ, മറ്റു നേതാക്കളും അംഗങ്ങളും പങ്കെടുത്തു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൈക്കാട് KSEB സബ്സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറി PK രാജൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റുമാരായ ഷാജു തരകൻ, RM ബഷീർ, BV ജോയ്, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ ജെയ്സൺ ചാക്കോ, AP ബാബു മാസ്റ്റർ, KP വിവേകൻ, ഡൊമിനിക് ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. SDPI കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ പ്രകടനം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റാഫി താഴത്തേതിൽ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി CK ഷറഫുദ്ദീൻ, ഇക്ബാൽ കുറുപ്പത്ത്, AS അദ്നാൻ, സദറുദ്ദീൻ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ചാവക്കാട് മുനിസിപ്പൽ ചതുരത്തിൽ നിന്നും തുടങ്ങി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് KV യൂസഫലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം ഗുരുവായൂർ നിയോജകമണ്ഡലം UDF കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. TH റഹീം, ഷോബി ഫ്രാൻസിസ്, KV ലാജുദ്ദീൻ, KS സന്ദീപ്, KK ഹിരോഷ്, KD പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് നേതാക്കളും പ്രവർത്തകരും സംബന്ധിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ആരാധനാലയ നിയമ സംരക്ഷണ നിയമ സംഗമം വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചനൂർ സെന്ററിൽ സംഘടിപ്പിച്ചു. പാർട്ടി മണ്ഡലം ട്രഷറർ OK റഹീം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PH റസാഖ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജഫീർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ പ്രതിനിധി ആരിഫ ബാബു മുഖ്യാതിഥിയായി. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അസ്ലം സ്വാഗതവും PH അഷ്റഫ് നന്ദിയും പറഞ്ഞു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 2002-2003 SSLC ബാച്ച് നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 22 വർഷങ്ങൾക്ക് ശേഷം നടന്ന പുനഃസമാഗമം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പഴയകാലത്തേക്കുള്ള തിരിച്ചുപോക്കായി. PTA പ്രസിഡന്റ് സാബു ഐനൂർ ചടങ്ങിൽ അധ്യക്ഷനായി. കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ AK അബ്ദുൾ ലത്തീഫ്, സതീഷ് CG, ഷെരീഫ് VK, മറ്റംഗങ്ങൾ എന്നിവർ ചേർന്ന് അധ്യാപകരെ ഫലകവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. അധ്യാപകരായ സോമൻ, സോഹൻലാൽ, സുകുമാരൻ, ശകുന്തള, ശൈലജ, മാലതി തുടങ്ങിയവർ ആദരമേറ്റുവാങ്ങി. മറുപടി പ്രസംഗവും നടത്തി. എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കൺട്രോളർ സുധീഷ് CU സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം സജിത MK നന്ദിയും പറഞ്ഞു. സ്കൂളിന്റെ പ്രവർത്തന ഫണ്ടിലേക്ക് കൂട്ടായ്മയുടെ ചെറിയ ധനസഹായം അംഗങ്ങൾ ചേർന്ന് കൈമാറി. PTA പ്രസിഡന്റ് സാബു ഐനൂർ ഏറ്റുവാങ്ങി. പൂർവ്വ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത കലാപരിപാടികളും പിന്നീട് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ശ്രീലങ്കൻ കരാത്തെ ടീം ബോധിധർമ്മ അക്കാദമി സന്ദർശിച്ചു. ശ്രീലങ്കയിലെ പ്രശസ്ത കരാത്തെ മാസ്റ്റർമാരായ ലളിത് നനായാഗര, നിമൽ രാജശേഖര എന്നിവർ ബോധിധർമ്മ അക്കാദമി ഡയറക്ടർ മനോജിന്റെ നേതൃത്വത്തിൽ നടന്ന കരാത്തെ പരിശീലനത്തിൽ പങ്കെടുത്തു. കരാത്തയിൽ ശാസ്ത്രീയ പരിശീലനം നടക്കുന്ന ബോധിധർമ്മയ്ക്ക് കീഴിൽ ആയിരക്കണക്കിന് പേരാണ് കരാത്തെ അഭ്യസിച്ചിട്ടുള്ളത്. വിവിധ മത്സരങ്ങളിലും ബോധിധർമ്മയിലെ കുട്ടികൾ പങ്കെടുത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കാറുണ്ട്. പെരുമാറഞ്ഞ് സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി പേരാണ് ഇവിടെ എത്താറുള്ളത്. ക്ലബ്സ് ഓഫ് സലൂണിന്റെ മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് അവാർഡ് കുന്നംകുളം സ്വദേശി നിമി പ്രസാദിന്. മേക്കപ്പ് മേഖലയിൽ 15 വർഷത്തെ പരിചയമുള്ള ഇവർ ബ്രൈഡൽ മേക്കപ്പിലൂടെയാണ് കരിയർ ആരംഭിച്ചത്. യൂണിവേഴ്സൽ അച്ചീവേഴ്സ് ബുക്ക് ഓഫ് റെക്കോർഡും ഫ്യൂച്ചർ കലാമിന്റെ ബുക്ക് ഓഫ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഫാഷൻ ക്രിസ്കോയുടെ സീസൺ 1 ജേതാവായിരുന്ന നിമി പുതുതായി വരുന്നവർക്കായി മേക്കപ്പ് ക്ലാസുകളും നടത്തിവരുന്നുണ്ട്. തിരുത്തിക്കാട് പെരുമ്പള പ്രസാദിന്റെ ഭാര്യയാണ്. കുന്നംകുളത്ത് സ്വന്തമായി ലനോവിയ മേക്കപ്പ് സ്റ്റുഡിയോ നടത്തിവരുന്നു. കൃഷ്ണേന്ദു, നന്ദകൃഷ്ണ എന്നിവർ മക്കളാണ്. SDPI പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിൽ ഷഹീദ് ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു. അണ്ടത്തോട് പാപ്പാളി മസ്ദർസിൽ നടത്തിയ സംഗമം പാർട്ടി തൃശൂർ ജില്ലാ അധ്യക്ഷൻ അഷ്റഫ് വടക്കൂട്ട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സക്കറിയ പൂക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട്, മണ്ഡലം കമ്മിറ്റി അംഗം യഹിയ മന്ദലാകുന്ന,
പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി റാഫി ഇല്ലത്തയിൽ, ട്രഷറർ ഫാരിസ് വടക്കൂട്ട് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് പാർട്ടിയിലേക്ക് വന്ന യുവാക്കളെ അഷ്റഫ് വടക്കൂട്ട് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. വിപണി കുന്നംകുളം പാറയമ്പാടത്ത് കാസിയോ ഹോം ഡെക്കോർ എന്ന പേരിൽ ഫർണിച്ചർ വിൽപ്പന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പ്രബോധന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയനും പെരുമ്പിലാവിൽ ഇസ്ലാമിക നവോത്ഥാന ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമി അംഗം പെരുമ്പിലാവ് വള്ളിയിൽ ദാറുസ്സലാം മൻസിലിൽ ഹൈദ്രോസ് മുഹമ്മദ് ഓർമ്മയായി. 25 വർഷത്തോളമായി പാർക്കിൻസൺസ് രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു. മസ്ജിദ് റഹ്മ, പെരുമ്പിലാവ് ഇസ്ലാമിക് സെന്റർ എന്നിവയ്ക്ക് സ്ഥലം നൽകുകയും ആദ്യകാലത്ത് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കാനായി സ്വന്തമായി കെട്ടിടങ്ങൾ വിട്ടു നൽകുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു അന്ത്യം. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടന്ന സംസ്കാര ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി മേഖലാ പ്രസിഡന്റ് അബ്ദുൽ റഹ്മാൻ വളാഞ്ചേരി തുടങ്ങി പ്രദേശത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മതരംഗത്തെ പ്രമുഖരായ നിരവധി പേർ പങ്കെടുത്തു. മസ്ജിദ് റഹ്മയിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് മക്കളായ ഷെഫീഖും പരുവക്കുന്ന് പള്ളിയിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് ഷുക്കൂറും നേതൃത്വം നൽകി. പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. SDPI കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിൽ ഷഹീദ് ഷാൻ അനുസ്മരണം, പ്രവർത്തക സംഗമം എന്നിവ കരിക്കാട് അല്ലമീൻ സ്കൂളിൽ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉമർ മുക്താർ ഉദ്ഘാടനം ചെയ്തു. കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റാഫി താഴത്തേതിൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി CK ഷറഫുദ്ദീൻ സ്വാഗതവും ട്രഷറർ സദറുദ്ദീൻ തങ്ങൾ നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7110 രൂപ, സ്വർണം പവന് 56,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചർമ്മം മരത്തങ്കോട് കിടങ്ങൂർ PSP കുണ്ടുപറമ്പിൽ പരേതനായ ഉണ്ണി ഭാര്യ കുഞ്ഞുമോൾ നിര്യാതയായി. 77 വയസ്സായിരുന്നു. കടങ്ങോട് പഞ്ചായത്ത് മുൻ മെമ്പറാണ്. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടത്തി. സുബീഷ്, സുഘോഷ്, സജീഷ്, സനീഷ്, സുജിഷ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിൽ. സഭാതർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരിയിൽ യാക്കോബായ വിഭാഗം കൈവശം വെച്ചിരുന്ന 3 കുരിശടികളും പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന പാരിഷ് ഹാളും പോലീസ് സീൽ ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ പൂർത്തിയാക്കിയത് തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെ. ചൊവ്വന്നൂർ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം ചൊവ്വാഴ്ച വോട്ടിംഗ്. പഞ്ചായത്ത് കാര്യാലയത്തിലാണ് പോളിംഗ്. മുന്നണികൾ ആത്മവിശ്വാസത്തിൽ. ചാവക്കാട് ഓടിക്കൊണ്ടിരുന്ന ഒമ്നി വാനിന് തീപിടിച്ചു. ആളപായമില്ല. സംഭവം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന നിഗമനം. നെയ്ത്തിരികളുടെ തേജസ്സിൽ ഗുരുവായൂരിൽ നവമി വിളക്ക് ആഘോഷിച്ചു. നവമി നമസ്കാരത്തോടെ സമ്പൂർണ്ണ നെയ്വിളക്കായിട്ടാണ് നവമി വിളക്ക് ആഘോഷിച്ചത്. ചെമ്പൈ സംഗീതോത്സവത്തിലെ ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ചൊവ്വാഴ്ച. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.